മുംബൈയിലെ ബാന്ദ്രയെയും വർലിയെയും ബന്ധിപ്പിച്ചുകൊണ്ട് അറബിക്കടലിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള അതിമനോഹരമായ ഒരു പാലമാണ് ബാന്ദ്ര വർലി സീ ലിങ്ക്. രാജീവ് ഗാന്ധി സീ ലിങ്ക് എന്നും അറിയപ്പെടുന്നു. മുംബൈയിലെ ബാന്ദ്രയെയും വെസ്റ്റേൺ സബർബ്സ് വർലിയെയും സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് ബന്ധിപ്പിക്കുന്ന 8 വരിപ്പാതയുള്ള ഒരു കേബിൾ സ്റ്റേഡ് പാലമാണിത്. തുറന്ന കടലിൽ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കേബിൾ സ്റ്റേഡ് പാലമാണിത്. നീളം: പാലത്തിന്റെ ആകെ നീളം ഏകദേശം 5.6 കിലോമീറ്റർ ആണ്. 3.5 മൈൽ. ഈ പാലം ഗതാഗതക്കുരുക്കുള്ള സമയങ്ങളിൽ ബാന്ദ്രയിൽ നിന്ന് വർലിയിലേക്കുള്ള യാത്രാ സമയം 45 മുതൽ 60 വരെ മിനിറ്റിൽ നിന്ന് വെറും 7 മുതൽ 10 വരെ മിനിറ്റായി കുറയ്ക്കുന്നു. എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ ഉത്തമ ഉദാഹരണമായി ഇത് കണക്കാക്കപ്പെടുന്നു. രാത്രികാലങ്ങളിൽ കേബിളുകളിൽ ലൈറ്റുകൾ തെളിയുമ്പോൾ പാലം കാണാൻ വളരെ മനോഹരമാണ്. ഗതാഗത നിയന്ത്രണം: കാൽനടയാത്രക്കാർ, സൈക്കിളുകൾ, ഇരുചക്രവാഹനങ്ങൾ, ഓട്ടോറിക്ഷകൾ എന്നിവയ്ക്ക് പാലത്തിൽ പ്രവേശനമില്ല. കാറുകൾ, ബസ്സുകൾ, ട്രക്കുകൾ തുടങ്ങിയ വാഹനങ്ങൾക്കാണ് പ്രവേശനമുള്ളത്. പാലത്തിലൂടെ യാത്ര ചെയ്യുന്നതിന് ടോൾ ഈടാക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, കാറിന് ഒറ്റ യാത്രയ്ക്ക് ഏകദേശം 70 രൂപ മുതൽ 105 രൂപ വരെയാണ് ടോൾ നിരക്ക്. മുംബൈയിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഒന്നാണ് മുംബൈ കോസ്റ്റൽ റോഡ് പ്രോജക്ട്. ഇത് ഇപ്പോൾ ധരംവീർ സ്വരാജ്യ രക്ഷക് ഛത്രപതി സംഭാജി മഹാരാജ് കോസ്റ്റൽ റോഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അറബിക്കടലിനോട് ചേർന്ന് മുംബൈയുടെ തെക്ക് ഭാഗത്തെയും പടിഞ്ഞാറൻ സബർബുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് തടസ്സമില്ലാത്ത 8 വരി എക്സ്പ്രസ് വേ നിർമ്മിക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഇതിലൂടെ മുംബൈയിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കുകയും യാത്രാസമയം ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യാം. പദ്ധതി പ്രധാനമായും 2 ഘട്ടങ്ങളിലായാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒന്നാം ഘട്ടം: തെക്ക് ഭാഗം, ഏകദേശം 10.58 കിലോമീറ്റർ. മറൈൻ ലൈൻസിലെ പ്രിൻസസ് സ്ട്രീറ്റ് ഫ്ലൈ ഓവർ മുതൽ ബാന്ദ്ര വർലി സീ ലിങ്കിന്റെ BWSL വർലി ഭാഗം വരെ. ഈ ഭാഗം ഭാഗികമായി പ്രവർത്തനക്ഷമമായിട്ടുണ്ട്. 2024 മാർച്ച് 11 ഇതിലെ തെക്കോട്ടുള്ള സൗത്ത് ബൗണ്ട് പാതകൾ തുറന്നു. മലബാർ ഹില്ലിന് അടിയിലൂടെ കടന്നുപോകുന്ന ഇരട്ട ടണലുകൾ, ട്വിൻ ടണൽസ്, ഈ ഘട്ടത്തിന്റെ പ്രധാന സവിശേഷതയാണ്. രണ്ടാം ഘട്ടം: വടക്ക് ഭാഗം, ബാന്ദ്ര ടെർമിനസ് മുതൽ കണ്ടിവാലി വരെ, ഏകദേശം 19 കിലോമീറ്റർ. ഈ ഭാഗത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. യാത്രാ സമയം കുറയും. ഒന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ പീക്ക് സമയങ്ങളിൽ 35 മുതൽ 45 വരെ മിനിറ്റ് എടുത്തിരുന്ന യാത്ര 10 മിനിറ്റിൽ താഴെയായി കുറയ്ക്കാൻ സാധിക്കും. ടണലുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണത്തിൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുണ്ട്. മുംബൈയുടെ ഗതാഗത ഭൂപടത്തെയും പശ്ചിമ തീരത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയെയും മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു വൻകിട പദ്ധതിയാണിത്.